മുസ്ലിങ്ങളെ കൂട്ടത്തിൽ തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ബിദഅത്തിന്റെ പാർട്ടികളെ ഒരു പേര് ഏതാണ്? മുജാഹിദ്, പിന്നെ ജമാഅത്ത്, പിന്നെ തബ്ലീഗ്. നിങ്ങളൊക്കെ എല്ലാം റെഡി അറിയും. അതൊക്കെ ബിദഅത്തിന്റെ പാർട്ടികളാണ്. അതൊക്കെ നരകത്തിലേക്ക് പോകുന്ന പാർട്ടികളാണ്. ദയവ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കരുത്. ദയവ് ചെയ്ത് കൊച്ചുമക്കളുടെ മനസ്സിലേക്ക് വിഷം കൊടുക്കല്ലേ. കണ്ടാൽ സലാം പറയാത്ത മുതഅല്ലിമീങ്ങളെ കണ്ടപ്പോഴാണ് വേദന തോന്നിയത്. ഉംറക്ക് കൊണ്ടുപോകുന്ന ഉസ്താദുമാർ, ഉംറക്ക് കൊണ്ടുപോകുന്നവർ എയർപോർട്ടിൽ വെച്ച് കാണുന്നു, സലാം പറയുമ്പോ ഒന്ന് ചിരിക്കുക പോകട്ടെ, സലാമിന് മറുപടി പോലും പറയാതെ തലപ്പാവ് ധരിച്ച മലയാളി മുസ്ലിയാക്കന്മാർ നടക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്താണ് കൽബിനുള്ളിൽ കിടക്കുന്ന വിഷമെന്ന്. വേദന കൊണ്ട് പറയുകയാണ്, വേദന കൊണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ആലിമീങ്ങളെങ്കിൽ ആകാശമെന്ന മേൽക്കൂരക്ക് താഴെ ഭൂമിയിൽ കിടക്കുന്ന ഏറ്റവും ശപിക്കപ്പെട്ടവർ എന്റെ ഉമ്മത്തിലെ ആലിമീങ്ങളാവുന്ന കാലമുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞ കാലത്തേക്ക് നമ്മൾ എത്തുകയാണോ എന്ന് ഗൗരവത്തോടെ പേടിക്കണം. അതുകൊണ്ട് അല്ലാഹുവിനെ പേടിക്കുക, അഷ്റഫുൽ ഖൽഖിനെ അനുസരിക്കുക, ഉമ്മത്തിന്റെ ആധാറുകളെ അംഗീകരിക്കുക, ഉലമാഇനെ അംഗീകരിക്കുക. സമൂഹത്തിന്റെ നന്മയാണ്, ഈ ഉമ്മത്തിന്റെ വഹ്ദത്താണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനത്തെക്കാളും ഈ ഉമ്മത്തിന്റെ ഒരുമയാണ് നമ്മൾ ഉണ്ടാക്കുന്ന പള്ളിയെക്കാളും വലുതെന്ന് മനസ്സിലാക്കണം. വലുത് ഒരുമയാണ്, വഹ്ദത്താണ്. വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, കൊലപാതകം ചെയ്യുന്നതിനേക്കാളും ഗൗരവമാണ് ഫിത്നയുണ്ടാക്കുന്നത്. ദയവ് കൊണ്ട് ചെയ്യല്ലേ. ദയവ് ചെയ്ത് പറയുന്നു, അള്ളാഹുവിനെ വിചാരിച്ച് തൗബ ചെയ്ത് മടങ്ങിക്കോ. ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഞങ്ങളുടെ കയ്യിൽ മാത്രമാണ് സത്യമെന്ന് നിന്നെ ആരെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിയുണ്ടല്ലോ നിങ്ങൾക്ക്, ആലോചിച്ച് പഠിക്കുക എവിടെയാണ് സത്യമെന്ന്. വെറുതെ അന്ധമായിട്ട് നടക്കണ്ട. അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളോട് വെറുപ്പുണ്ടായിട്ട്, മുഅ്മിനീങ്ങളോട് സലാം പറയാതെ, സലാം പറയുന്ന മുഅ്മിനീങ്ങളോട് സലാം മടക്കാതെ, ഒരു ജമാഅത്ത് നടക്കുമ്പോൾ വേറെ ജമാഅത്ത് നടത്തി, ഒരു നാട്ടിലെ ജുമുഅയെ പൊളിക്കാൻ വേറൊരു ജുമുഅത്ത് പള്ളി തൊട്ടു മുമ്പിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കി, ഈ ചെയ്യുന്ന പണികൾ ഈ ഉമ്മത്തിന് അള്ളാഹു അനുവദിക്കാത്തതാണ്, അള്ളാന്റെ റസൂൽ അംഗീകരിക്കാത്തതാണ്, ഈ ദീനിന്റെ ഒരു പ്രമാണവും അംഗീകരിക്കാത്തതാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും നമ്മൾ ഇങ്ങനെ മത്സരിക്കല്ലേ. ആസാമിലേക്ക് വാ, വെസ്റ്റ് ബംഗാളിലേക്ക് വാ, ദാറുൽ ഹുദയുടെ പ്രഗത്ഭരായ മക്കൾ അവിടെ ചെന്നിട്ട് മദ്രസയും ദീനീ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. ഓല ഷെഡ് പോലും ഇല്ലാത്ത പള്ളികള്, നമുക്കവിടെ പള്ളികൾ ആവശ്യമുണ്ട്, മദ്രസകൾ ആവശ്യമുണ്ട്. ഇവിടെ കിടന്ന് തമ്മിൽ തല്ലാനല്ല ഇത് ഉപയോഗിക്കേണ്ടത്. ആവശ്യമുള്ള ഇടങ്ങൾ കൊണ്ടുപോയി കൊടുക്ക്. അള്ളാഹുവിന് വേണ്ടി അല്ലാഹു അക്ബർ, നീയാണ് പടച്ചവനെ ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് ഒരു സൊഫിൽ നമ്മളെ കൊണ്ട് നിൽക്കാൻ കഴിയില്ലെങ്കിൽ